അങ്ങനെ ദളപതി വിജയുടെ ജനനായകൻ എന്ന ചിത്രത്തിന് ഇപ്പോൾ എക്സ്ട്രീം ലെവൽ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതിന് മുകളിൽ ഇനി ഒരു പണി ഈ ഒരു ചിത്രത്തിന് കിട്ടാനില്ല. അതുപോലത്തെ പണി സംഭവത്രേ ഉള്ളൂ. ഏകദേശം 400-500 കോടി രൂപയോളം ബഡ്ജറ്റിൽ വരായിരുന്ന ജനനായകൻ എന്ന റിലീസ് ആവാത്ത വിജയ് ചിത്രം ഓൺലൈൻ വഴി HD പതിപ്പ് ലീക്കായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു സിനിമയ്ക്ക് എന്തോരം പണി കൊടുക്കാൻ പറ്റുമോ അത്രയും പണി ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ലായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് ഏകദേശം ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പേ സെൻസർ ബോർഡിന് അയച്ചിട്ട് പോലും ഈ ഒരു സിനിമ സെൻസർ ചെയ്ത് കൊടുത്തില്ല. തലേദിവസം എന്നാൽ അവർ സർട്ടിഫിക്കറ്റ് എങ്കിലും കൊടുത്ത് ഈ ഒരു സിനിമ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് അതിനും സമ്മതിച്ചില്ല. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഹിയറിംഗ് ഒക്കെ വെച്ച് ഏകദേശം ജനുവരി 21 ഹിയറിംഗ് വെച്ചിട്ട് പോലും അത് നടന്നില്ല. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ OTT അവകാശമുണ്ട് 150 അല്ലെങ്കിൽ 120 ആണെന്ന് തോന്നുന്നു. അത്രയും കോടി രൂപയ്ക്ക് ആമസോൺ വാങ്ങിച്ചിട്ട് അത് അവർ ആ ഡീല് പിൻവലിച്ചു, അത് തിരിച്ചുപോയി. അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയാലും പഴയ കിട്ടിയ ഒരു ഓളത്തിലുള്ള കളക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊഡ്യൂസർ ഏകദേശം 400-500 കോടി രൂപയോളം ബഡ്ജറ്റിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു വിജയ് പടം, അതുപോലെ ഒരു പടത്തിനാണ് ഈ ഒരു അവസ്ഥ കിട്ടിയിരിക്കുന്നത്. നമ്മൾ പല തമിഴ് സിനിമകളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ലീക്കായി ലോ ക്വാളിറ്റി ഫയൽസ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അന്ന് കേസ് കൊടുത്തതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു സിനിമയുടെ പ്രോപ്പറായിട്ട് അതിൻ്റെ സെൻസറിങ് പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏകദേശം 3 മണിക്കൂർ 1 മിനിറ്റോളം വരുന്ന ആ ഒരു HD പതിപ്പാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലെ മെയിൻ സീക്വൻസും ഇവൻസും ഇൻട്രോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവർ ഷെയർ ചെയ്ത് പോവുകയാണ്. ഒരു വിജയ് പടം ഇനിയും ഈ ഒരു സിനിമ പുറത്തിറങ്ങിയ ഒരു വിജയ് പടം എന്ന ലേബൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് ആ ഒരു ഓളത്തിൽ പുറത്തിറങ്ങിയത് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ആ ഒരു ബഡ്ജറ്റൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു പ്രൊഡ്യൂസർ സേഫ് ആ ഒരു സിനിമ സേഫ് സോണിൽ എത്തിയെന്നെങ്കിലും പറയായിരുന്നു. ഇനി അത് പറ്റുമോ? ഇനി ഈ ഒരു സിനിമ ലീക്കായ സിനിമയുടെ OTT റൈറ്റ്സ് ഭയങ്കര ഒരു തുകയ്ക്ക് ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഈ ഒരു പടം എടുക്കാൻ പുള്ളി എന്തോരം പൈസ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും പുള്ളിക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഇനി ഇതുപോലെ ഒരു സിനിമ ഇപ്പോൾ എല്ലാ പകുതി പേരിപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ ഇത് ഫയൽ ഡിലീറ്റ് ആക്കണം, കാണരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര പേര് കേൾക്കും? ഇപ്പോൾ കാണാതിരിക്കുമോ? പലവരും ഈ സിനിമ കണ്ടിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ കണ്ടു, നല്ല പടം, പക്ഷേ ചിലവർ പറയുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആ റിവ്യൂ വരെ ഇടാൻ തുടങ്ങി. ഇനി ഈ ഒരു സിനിമ ഉടനെ ഇപ്പോൾ അവരിപ്പോൾ വിചാരിക്കുക ഈ ലീക്കായി പുറത്തിറങ്ങി, എങ്ങനെയെങ്കിലും ഈ ഒരു സിനിമ ഇപ്പോൾ നാളെയെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച പുറത്തിറക്കിയേ പറ്റൂ എന്ന് തീരുമാനിച്ചാൽ പോലും പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇലക്ഷൻ കഴിയാതെ അവിടെ സിനിമകൾ റിലീസാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അത്രയും ഗ്യാപ്പ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു സിനിമ കാണും. അങ്ങനെ ഇനി ഈ ഒരു സിനിമയ്ക്ക് റിലീസിനെത്തിയാൽ പോലും ആ ഒരു കളക്ഷൻ റിക്കവർ ചെയ്യാൻ പറ്റുമോ, അതേ ഒരു ഓളം കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇത് വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന ലേബലിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലുള്ള സിനിമയ്ക്ക് കിട്ടാവുന്ന എക്സ്ട്രീം ലെവൽ പണിയും കൊടുത്ത് വിജയ് പൊളിറ്റിക്സിലോട്ട് പോയെന്നുള്ള ഒരു റീസൺ വെച്ചാണോ ഇതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ത് റീസൺ കൊണ്ടായാൽ പോലും ഇതുപോലൊരു സിനിമയ്ക്ക് പണി കൊടുക്കരുത്. കാരണം ഇവർ ഏത് സിനിമ ആയാൽ പോലും അവർ അത്രയും സൂക്ഷ്മതയോടെ ഫസ്റ്റ് ലുക്കായാലും സെക്കൻഡ് ലുക്കായാലും പാട്ടായാലും സീനായാലും ഒരു പോസ്റ്റർ പോലും ഇറക്കണമെങ്കിൽ അവർ പലതവണ ചിന്തിച്ച് ഭയങ്കര സൂക്ഷ്മതയോടെ ഇറക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു സിനിമയെ മൊത്തം റിലീസിന് എത്തുന്നതിന് മുമ്പേ ഇതുപോലൊരു പണി കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. കാരണം ഏത് സിനിമ ആയിക്കോട്ടെ, ബട്ട് സിനിമ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്ന ഒരു സിനിമേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ ആ ഒരു OTT ഡീല് നടന്നിട്ട് ആ OTT വഴി പുറത്തിറങ്ങിയാൽ പോലും ആർക്കും ഇത്രയും വിഷമം വരത്തില്ലായിരുന്നു. കാരണം ഇതുപോലെ ലീക്കായ പടത്തിൻ്റെ മൊത്തം സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി തന്നെ പുറത്തു വിടുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. മിനിമം ഈ ഒരു സിനിമയെക്കുറിച്ച് ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. ഇനി നമ്മുടെ കമൻറ്റ് അപ്ഡേറ്റ്സും കൂടെ നോക്കിയേക്കാം. കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഉടുമ്പൻ ചോല വിഷൻ എന്ന ചിത്രത്തെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന്. ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള ഒരു റൂമർ അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ജൂൺ മാസം ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ ചിത്രത്തിൻ്റെ ടീം പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ബാക്കി അപ്ഡേറ്റ്സിലോട്ട് തന്നെ വരാം. നമ്മൾ ഒരുപാട് കാലം മിസ് ചെയ്തിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ലീഗിൽ നിൽക്കുന്ന നിവിൻ ഉണ്ടായിരുന്നു. അത് സർവ്വമായയിലൂടെ കിട്ടി, ബട്ട് അത് ഫുൾഫിൽ ആയില്ലായിരുന്നു. അത് ഫുൾഫിൽ ആക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വാഴ ഫസ്റ്റ്, വാഴ സെക്കൻഡ് ചിത്രങ്ങളിലൊക്കെ റൈറ്ററും കൂടാതെ തന്നെ JJK, ഗുരുവായൂരമ്പല പോലുള്ള സിനിമകളിലൊക്കെ ഡയറക്ടർ ആയിട്ടുള്ള ബിബിൻ ദാസുമായിട്ട് നിവിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്നും ചിത്രത്തിന് ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന് ശേഷം പുള്ളിയുടെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. പുള്ളി റേസിംഗിൻ്റെയും കാര്യങ്ങളിലൊക്കെ തന്നെ പുറകിലായിരുന്നു. AK64 ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗുഡ് ബാഡ് അഗ്ലിയുടെ തന്നെ ഡയറക്ടർ ആയിട്ടുള്ള ആദിക് രവിചന്ദ്രൻ ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന മെയ് 1 വീക്ക് മുതലായിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കൂടാതെ അജിത്ത് ഈ സിനിമയും റേസിംഗും ഒക്കെ പാരലൽ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഏകദേശം ഒരു 15 ദിവസത്തോളം ഷൂട്ടിങ്ങും 15 ദിവസത്തോളം റേസിംഗും നടത്താനുള്ള പ്ലാനിലാണ് പുള്ളി. ഇപ്പോൾ ഈ ഒരു ചിത്രം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വർഷം റിലീസ് നടത്താനുള്ള ചാൻസ് കാണുന്നില്ല. അടുത്ത വർഷം പൊങ്കലിനോ അല്ലെങ്കിൽ സമ്മർ ടൈമിലൊക്കെ റിലീസ് നടത്താനുള്ള ചാൻസ് ആണ് കാണുന്നത്.
അജിത് വിജയ് ഇവരുടെ രണ്ടുപേരുടെ അപ്ഡേറ്റ് കഴിഞ്ഞില്ലേ, ഇനി ഒരു തലൈവർ അപ്ഡേറ്റും കൂടെ നോക്കിയേക്കാം. ഇത് ലേറ്റസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് മാത്രമാണ്. ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം 75% ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ വെച്ച് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ മെജോറിറ്റി സീക്വൻസ് ഒക്കെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലെ ചില ഔട്ട്ഡോർ സീക്വൻസ് പോർഷൻസ് ഒക്കെ ആ ഒരു സ്റ്റുഡിയോ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് കാരണമായി കേൾക്കുന്നത് ഇപ്പോൾ അടുത്ത വർഷം പൊങ്കലിലാണ് റിലീസൊക്കെ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഷൂട്ടിംഗ് കഴിയാനുള്ളൊരു കാര്യം, കൂടാതെ തന്നെ തലൈവറിൻ്റെ ഏജും ആ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ തന്നെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു പ്രോസസ്സ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ വഴി സൂചിപ്പിക്കുന്നത്. ഇത് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല. പാപ്പനും പിള്ളേരും മൂന്നാം വരവോടെ വലിയൊരു ഹ്യൂജ് ഹിറ്റ് തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. വേൾഡ് കോഡ് കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ഏകദേശം 120 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 52 കോടി രൂപയും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ്. കൂടാതെ പാപ്പനും പിള്ളേരെ ഒപ്പം തന്നെ അതേ ദിവസം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ രൺവീർ സിംഗ് ചിത്രമായിരുന്നു ദുരന്തർ 2. ചിത്രം 21 ദിവസം കൊണ്ട് 1708 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രമായാലും തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കമന്റ് വഴി ചോദിച്ചിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു പ്രേമലു 2നെ പറ്റി വല്ല അപ്ഡേറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോയുടെ ഈ സെക്കൻഡ് ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന രീതിയിൽ പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു പ്രേമലു 2 എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ചിത്രം ഡ്രോപ്പായി എന്നൊക്കെ തന്നെയുള്ള അപ്ഡേറ്റ് ഒക്കെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണമായി അന്ന് പലതും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നെസ്ലിൻ ആ ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫുള്ളി സാറ്റിസ്ഫൈ ആയില്ലെന്നോ എന്തോ ബഡ്ജറ്റ് കൂടെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ കാരണം ഈ ഒരു ചിത്രം ഡ്രോപ്പ് ചെയ്തു ഇല്ല എന്നൊക്കെ തന്നെ ഉള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇതുമായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഇതായാലും സിനിമ വരാനുള്ള ചാൻസ് 50-50 ആണ് കാണുന്നത്. യൂത്തിൻ്റെ ഇടയിൽ ഒരു സെൻസേഷനായി മാറിയിട്ടുള്ള ഒരു നിവിൻ ചിത്രമായിരുന്നു പ്രേമം എന്ന ചിത്രം. പ്രേമം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ആ ഒരു അൽഫോൺസ് പുത്രൻ നിവിൻ കോമ്പോയിൽ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. ആ ഒരു ചിത്രത്തിൻ്റെ അന്ന് HD പ്രിൻ്റൊക്കെ ലീക്ക് ആയില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ 100 കോടിയൊക്കെ അടിക്കേണ്ട പടമായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് ശേഷം അൽഫോൺസ് പുത്രൻ നിവിൻ കോമ്പോയിൽ ഒരു ചിത്രവും പുറത്തിറങ്ങിയിട്ടില്ല. അതിനുവേണ്ടി എല്ലാവരും തന്നെ വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു പ്രൊജക്റ്റ് ഒഫീഷ്യലി കൺഫേം ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക്. ഉടനെ തന്നെ ആ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന്. കൂടാതെ ഈ ഒരു ചിത്രത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് ചിത്രത്തിൻ്റെ ഡയറക്ടറുള്ള അൽഫോൺസ് പുത്രൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പുള്ളിയുടെ മനസ്സിൽ വാഴ പോലുള്ളൊരു ചിത്രമാണ്. അത് നിവിനുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. പ്രേമത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിലാണ് അവർ ഈ ഒരു പ്രൊജക്റ്റിനെ കൊണ്ടുപോകുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വല്ലതും ആണെങ്കിൽ വാഴ ലെവലൊക്കെ വല്ലതും ആണെങ്കിൽ പ്രേമം ചിത്രത്തിന് ശേഷമുള്ള അടുത്തൊരു സെൻസേഷണൽ ഹിറ്റ് ആവാനുള്ള ഹൈ ചാൻസസ് തന്നെ കാണുന്നുണ്ട്. അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ഒരു വർഷം അവസാനം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലു അർജുൻ ബേസിൽ ചിത്രം വരുന്നുണ്ടെന്ന് അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടൊരു അപ്ഡേറ്റുമാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഏകദേശം അല്ലു അർജുൻ്റെ 25ാമത്തെ ചിത്രമായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പ്രൊജക്റ്റിന് ഏകദേശം ബഡ്ജറ്റായി 300 കോടി രൂപയോളം വരുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഓഫ്കോഴ്സ് ഇതൊരു അല്ലു അർജുൻ ചിത്രമാണ്. ബഡ്ജറ്റ് ഇത്രയും വന്നില്ലല്ലോ അതിശയമുള്ളൂ. ബട്ട് ഇതൊരു മലയാളം ഡയറക്ടറിലാണ് കിട്ടിയിട്ടുള്ളത്. അതും ഇത്രയും ഒരു ഹ്യൂജ് ബഡ്ജറ്റ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ ഒരു ചിത്രത്തെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ചിത്രം എമ്പുരാനാണ്. ഏകദേശം 180 കോടി രൂപയോളം. അതിൻ്റെ ഇരട്ടിയുടെ ബഡ്ജറ്റാണ് ഇപ്പോൾ അല്ലു അർജുൻ അള്ളി കോംബോ ചിത്രത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ബേസിലിനെ കുറിച്ച് എടുത്ത് പറയണ്ടല്ലോ, പുള്ളി ജസ്റ്റ് 18 കോടി രൂപ കണ്ട് ബഡ്ജറ്റിലാണ് മിന്നൽ മുരളി അന്ന് എടുത്തത്. അതുപോലൊരു പുള്ളിക്ക് അല്ലു അർജുൻ്റെ ഒരു പടം അത് 300 കോടി രൂപയൊക്കെ വെച്ച് കിട്ടുമ്പോൾ പുള്ളി ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അല്ലു അർജുൻ ഒരു മല്ലു അർജുനായിട്ട് കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് ഒരു ഹ്യൂജ് ബഡ്ജറ്റ് തന്നെയാണ്. അതൊരു മലയാള സിനിമയെന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും ഹൈ ബഡ്ജറ്റ് ചിത്രം. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.